എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഡോക്ടറിന്റെ ക്ലിനിക്കിലെ റൂമിലിരിക്കുകയാണ്. അങ്ങോട്ട് കൂട്ടാളി വരും. നിങ്ങൾ എങ്ങനെയാണ് എന്റെ ക്ലിനിക്ക് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ കൂട്ടാളി പറയും, ഞാൻ നിങ്ങളുടെ കാറിൽ വെച്ച് നിങ്ങളുടെ ബിസിനസ് കാർഡ് കണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ ഇത് കണ്ടുപിടിച്ചതെന്ന്. എന്നിട്ട് കൂട്ടാളി ഡോക്ടറുടെ അടുത്ത് വന്നിരുന്നിട്ട്, നമ്മൾ ഒരുപാട് പാപം ചെയ്തില്ലേ, ഈ പാപം എല്ലാം നമ്മൾ എവിടെ കൊണ്ടുവന്ന് മൂടും? എനിക്കാണെങ്കിൽ കുറ്റബോധം കാരണം ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ആ കുറ്റബോധം മറക്കാനായിട്ട് ഒരു 30 മില്യൺ കൂടെ എനിക്ക് വേണമെന്ന് പറയും. ഇത് കേട്ട് ഡോക്ടർ ഞെട്ടും. ഡോക്ടർ ഇപ്പൊ തന്നെ ആൾറെഡി 30 മില്യൺ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും അടുത്ത 30 മില്യൺ ചോദിക്കുകയാണ്. എന്തായാലും ഡോക്ടർ അടുത്ത 30 മില്യൺ കൂടെ കൊടുക്കാന്ന് സമ്മതിക്കുകയാണ്. ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ അടുത്ത സീനില് പോലീസ് സ്റ്റേഷനിൽ പാർക്ക് ഇരുന്ന് കരഞ്ഞില്ലായിരുന്നോ? പോലീസ് സ്റ്റേഷന്റെ ടോയ്ലറ്റിൽ ഇരുന്നാണ് കരഞ്ഞ് പ്രാക്ടീസ് ചെയ്തത്. ഈ കരച്ചില് ഒരു പോലീസുകാരൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ പോലീസുകാരൻ പാർക്കിന് ഒരു സംശയത്തോടെ നോക്കുന്നു. പിറകെ തന്നെ പാർക്കിന്റെ അടുത്ത് വന്നിരുന്ന് അവനോട് കഴിഞ്ഞ രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പറയും. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവൻ പറയും. അവന്റെ കൂട്ടുകാരന്റെ കൂടെ ആയിരുന്നു. കൂട്ടുകാരനെ അവന് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു കരോക്കെ സെന്ററിലോട്ട് പോയി. കൂട്ടുകാരനെ ഭാര്യ വിളിച്ചുകൊണ്ട് തന്നെ കൂട്ടുകാരൻ വന്നില്ല. അത് കഴിഞ്ഞ് ഒരു ബർഗർ ഷോപ്പിൽ പോയിരുന്നു. ഇത് പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പോലീസുകാരന് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ബാത്റൂമിൽ വെച്ച് കരഞ്ഞിട്ട് പിന്നെ കരച്ചിലൊന്നും ഇല്ലാതെ അതുവഴി ഇറങ്ങി നടന്നു പോയി. അതുമാത്രമല്ല, ഇൻഷുറൻസ് ഉള്ള ഒരു അച്ഛൻ മരിച്ചു പോയാൽ ആദ്യം സംശയിക്കുന്നത് മക്കളെ ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളെ ആയിരിക്കും. അങ്ങനെ പോലീസ് ഓരോ സ്ഥലത്തും വന്ന് ചോദിക്കും. ആദ്യം ആ കരോക്കെ സെന്ററിൽ വന്ന് ചോദിക്കും അവിടുത്തെ ലേഡീസിനോട്, ഇയാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്. എന്നാൽ അവർക്ക് ഓർമ്മയുണ്ട്. കാരണം ഇവൻ നല്ലൊരു എമൗണ്ട് ആണ് ടിപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ആ ബർഗർ ഷോപ്പിൽ ചെല്ലുമ്പോഴും ആ ലേഡിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇയാൾ കുറെ നേരം അവിടെ ഇരുന്നില്ലേ. എന്നാൽ പോലീസിന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാ ആൾക്കാർക്കും എങ്ങനെയാണ് പാർക്കിന് ഓർമ്മ ഉള്ളത്? സാധാരണ മറന്നു പോകണ്ടല്ലേ? എത്രയോ കസ്റ്റമേഴ്സിനെ ഡെയിലി കാണുന്നതാണ്. പക്ഷേ ആരും മറന്നു പോയിട്ടില്ല. കാരണം എല്ലായിടത്തും അവനൊരു മൊമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ ആൾക്കാർ ഓർക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഡെയിലി നടക്കാൻ പോകുന്ന ആളാന്ന് വെച്ചോ. ഒരാൾ നിങ്ങളെ ഡെയിലി ചിരിച്ചു കാണിച്ചു, അല്ലെങ്കിൽ ആ ദിവസം ചിരിച്ചു കാണിച്ചു. നിങ്ങൾക്ക് ഓർമ്മ കാണോ അയാളെ? ചിരിക്കാത്ത ആൾക്കാരെ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. അതാണ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയാ. ഇത് കഴിഞ്ഞ് പാർക്ക് മരണച്ചടങ്ങ് പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പ് കറുത്ത സ്യൂട്ടൊക്കെ ഇട്ട് നേരെ ഇൻഷുറൻസ് കമ്പനിയിൽ ചെല്ലും. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് പൈസയുടെ കാര്യം സംസാരിക്കുമ്പോൾ അവർ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ പാർക്ക് പോയിരുന്ന് വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയിലെ വലിയൊരു ഉദ്യോഗസ്ഥൻ ഇയാളെ വിളിക്കും പാർക്കിന്. കാരണം ഇൻഷുറൻസിന്റെ കാര്യം സംസാരിക്കാനായിട്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അന്ന് റേഞ്ച് റോവർ കൊണ്ടുപോയി ചിടിച്ചില്ലായിരുന്നോ? റേഞ്ച് റോവർ സ്പോട്ട് അച്ഛനെ കാർ ഇടിച്ചില്ലായിരുന്നോ? അയാൾ തന്നെ. അയാളോട് പാർക്ക് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. എന്റെ പൈസ പെട്ടെന്ന് വേണം, എനിക്ക് അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അയാള്, നിങ്ങൾ മാന്യമായിട്ട് സംസാരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇൻഷുറൻസ് തരത്തുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് തന്നെ പാർക്ക്, എനിക്ക് അറിയാതെ പറ്റിയതാ, അച്ഛൻ മരിച്ചുപോയ ടെൻഷനിൽ അങ്ങനെ സംസാരിച്ചതാന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കും. അതുപോലെ തന്നെ അന്ന് നടന്നില്ലായിരുന്നോ, അച്ഛനെ വണ്ടി തട്ടിയപ്പോൾ കുറെ അധികം പൈസ വലിച്ചെടുത്തില്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ അതിന് ക്ഷമ ചോദിക്കും. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാരൻ നിങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറയും. കാരണം അച്ഛൻ മരിച്ച ഉടനെ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. പ്രൈം സസ്പെക്ട് എവനാണ്. ഇനി എവനാണ് അച്ഛനെ കൊന്നതെങ്കിൽ ഇൻഷുറൻസ് തുക കൊടുക്കാൻ പറ്റത്തില്ല. പോലീസ് കേസ് ക്ലോസ് ചെയ്തത് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഇൻഷുറൻസ് തുക കിട്ടത്തുള്ളൂ. എന്തായാലും സാർ ഇത് വെച്ചോന്നും പറഞ്ഞ് അവർ എന്തോ ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്തോ ഒരു സോപ്പും ബോഡി ലോഷനൊക്കെ. അതും വാങ്ങിച്ച് പുറത്തിറങ്ങി വന്ന് ആ പാക്കറ്റ് തറയിൽ അടിച്ച് പൊട്ടിച്ചു കളയും. അത്രയും ദേഷ്യമുണ്ട് അവന്. കുറച്ച് ദിവസം കൂടെ ഇനി ബാക്കിയുള്ളൂ കിഡ്നി ലിവറും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ കൊന്നിട്ടുള്ളത്. ഈ ദേഷ്യം കാണിച്ചത് അവിടുത്തെ പോലീസുകാരൻ കണ്ടു നിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇത് പാർക്ക് കണ്ടില്ല. ഇത് കഴിഞ്ഞ് പാർക്ക് നേരെ ഫ്യൂണറൽ ഹാളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ എംപ്ലോയി, നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരാനുണ്ട്, എല്ലാ ആൾക്കാർക്കും ആഹാരം കൊടുക്കാനുള്ള പൈസ തരാനുണ്ടെന്ന് പറയും. എന്റെ കൂടെ വാ, ഞാൻ പൈസ തരാമെന്നും പറഞ്ഞ് ആ എംപ്ലോയിയെ വിളിച്ചോണ്ട് അച്ഛന്റെ ഫ്യൂണറൽ ഹാളിൽ വരും. എന്നിട്ട് അവിടെ ഒരു പെട്ടിയുണ്ട്. ആൾക്കാർ ദാനം കൊടുക്കത്തില്ലേ, പൈസ ഇട്ട് വെക്കുന്ന വഞ്ചി പോലത്തെ പെട്ടി, ആ പെട്ടിയോടെ എടുത്ത് കൊടുക്കും. കാരണം അവന്റെ പൈസ ഇല്ല. ഇത് കാണുന്ന ആന്റി, എന്ത് കന്നന്തിരുവാടാ കാണിക്കുന്നതെന്ന് ചോദിക്കും. നിന്റെ അച്ഛൻ നിന്നെ നന്നായിട്ടല്ലേ വളർത്തിയ? അച്ഛന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? അദ്ദേഹത്തിന് വിഷമാവത്തില്ലേ? നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. നീ പോയി അച്ഛന്റെ മരണത്തിന് വന്ന ഓരോ ആൾക്കാരെടുത്തും പോയി സംസാരിക്കണം. പോയി സംസാരിക്കുമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞുവിടും. ഇവൻ ആൾക്കാരെടുത്ത് സംസാരിക്കാൻ പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ ആകെ ഒരുത്തം മാത്രമേ ഉള്ളൂ. അത് വേറെ ആരുമല്ല, അത് ഗുണ്ടപ്പനാണ്. ഗുണ്ടപ്പൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവനെ കണ്ട ഉടനെ ടെൻഷനായ പാർക്ക് അവനോട് വന്ന്, നീ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിക്കും. അതിന് ഗുണ്ടപ്പൻ, ഞാൻ നിന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അവന്റെ അടുത്ത് പുറത്തു വരാൻ പറയും. ആ ദേഷ്യത്തിൽ അവിടെ ഇരുന്നൊരു ലിക്കർ എടുത്ത് കുടിക്കും. അതും കുടിച്ച് രണ്ടുപേരും കൂടെ പുറത്തു വന്ന് നിന്ന് സംസാരിക്കുകയാണ്. പാർക്ക് ഗുണ്ടപ്പനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തുവാടാ നീ കാണിച്ചു വെച്ചത്? നിന്നോട് അച്ഛനെ കൊല്ലാനല്ലേ പറഞ്ഞ? നീ എന്തിനാണ് കൊന്നിട്ട് അച്ഛനെ മലമുകളിൽ കൊണ്ടുപോയി അടക്കം ചെയ്തത്? ഇപ്പൊ പോലീസുകാർ തെറ്റിദ്ധരിക്കുന്നത് എന്നെയാണ്. പോലീസുകാർ ഞാനാണ് പ്രൈം സസ്പെക്ട് എന്ന് വിചാരിക്കുന്നത്. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നിനക്ക് ഞാൻ പേയ്മെന്റ് തരത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഗുണ്ടപ്പൻ, ചിലപ്പോൾ കൊല്ലുന്ന രീതി മാറാം, അടക്കുന്ന രീതിയും മാറാം, പക്ഷേ പേയ്മെന്റ് വ്യത്യാസം വന്നാൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും എന്നും പറഞ്ഞ് അവന്റെ പോക്കറ്റിൽ, അതായത് നെഞ്ചത്ത് 2 കൊട്ടുകൊട്ടും. ഇത് പാർക്കിന് ഇഷ്ടപ്പെടത്തില്ല. എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്റെ ദേഹത്ത് തൊടുന്നെന്ന് പറഞ്ഞ് അവൻ ദേഷ്യം വയ്ക്കും. ഉടനെ ഗുണ്ടപ്പൻ അവന്റെ വയറ്റിലിട്ട് ഒരടി കൊടുത്ത് അവനെ തറയിലിടും. എന്നിട്ട് മറ്റേ MP3 പ്ലെയർ എടുത്ത് പ്ലേ ചെയ്യും. അവന്റെ വോയിസ് ആണ്
ആണ്. പാർക്കിന്റെ വോയിസ് ആണ് പ്ലേ ചെയ്യുന്നത്. അച്ഛനെ കൊല്ലാൻ പ്ലാൻ ഇട്ടില്ലേ അത്. ഒരാഴ്ചക്കകം നീ എനിക്ക് തരാനുള്ള പൈസ തന്നില്ലെങ്കിൽ ഇത് ഞാൻ നിനക്ക് തരത്തില്ല, ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കകം നീ എനിക്ക് പൈസ കൊണ്ടു തരണം. പൈസ കൊണ്ടു തരുന്ന ദിവസം നിനക്ക് ഞാൻ ഈ സാധനം തിരിച്ചു തരും എന്ന് പറഞ്ഞ് ഗുണ്ടപ്പൻ അവിടെ നിന്ന് പോകും. ഈ പാർക്ക് അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തിനാളാ അച്ഛനെ കൊണ്ടുവന്ന് മലമുകളിൽ അടക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പോലീസുകാരൻ അവിടെ നിന്ന് ഇതെല്ലാം നോക്കുന്നുണ്ട്. ഗുണ്ടപ്പൻ പോകുന്നതും പാർക്കും ഗുണ്ടപ്പന് സംസാരിച്ചതും. പോലീസുകാരന് നല്ല സംശയമുണ്ട്. എല്ലാം പാർക്കിനെയാണ് സംശയം. എങ്ങനെ സംശയിക്കാതിരിക്കും? അവന്റെ കള്ളക്കരച്ചില് പോലീസുകാരൻ കണ്ടതല്ലേ. സംശയം തോന്നിയ പോലീസുകാരൻ ഗുണ്ടപ്പനെയും ഫോളോ ചെയ്ത് ഗുണ്ടപ്പന്റെ ജങ്ക്യാർഡിൽ വരും. ഗുണ്ടപ്പന്റെ കോട്ടുണ്ടല്ലോ അതെടുത്ത് അവിടെ ഒരു ബസ്സുണ്ട്, ഒരു ക്യാബിൻ പോലെ, അതിനകത്ത് കൊണ്ടിടും. ഗുണ്ടപ്പൻ അറിയാതെ ആരും കാണാതെ പോലീസുകാരൻ അതിനകത്ത് കയറി ആ കോട്ടിൽ നിന്ന് ആ MP3 പ്ലെയർ അടിച്ചെടുക്കും. എടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ ഗുണ്ടപ്പൻ കാണുന്നുണ്ട്. ഗുണ്ടപ്പൻ പോലീസുകാരനെ വിളിച്ചിട്ട് ലൈറ്റർ ഉണ്ടോ, സിഗരറ്റ് കത്തിക്കാനാന്ന് പറയും. പോലീസുകാരൻ പേടിച്ച് എന്റെ ഉണ്ട് എന്നാന്നും പറഞ്ഞ് ഒരു ലൈറ്റർ എടുത്തു കൊടുക്കും. നീ ഇവിടെ എന്തിനാ വന്ന്, വല്ല കാറിന്റെ സാധനങ്ങൾ എടുക്കാനാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും, അതെ ഞാനൊരു കാറിന്റെ പാർട്സ് തപ്പാൻ വന്നതാ. അപ്പോഴാണ് നിങ്ങളുടെ കൂട്ടുകാരെല്ലാരും അവിടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടത്, അതുകൊണ്ട് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് തീരുമാനിച്ചെന്ന് പറയും. ഇതും പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഗുണ്ടപ്പൻ നിൽക്കെന്ന് പറഞ്ഞ് ലൈറ്റർ കൊണ്ടുവന്ന് പോലീസുകാരന് കൊടുക്കും. എന്നിട്ട് അവനെ കയറി മുറുകെ പിടിച്ച് അവന്റെ പോക്കറ്റിലുള്ള MP3 പ്ലെയർ തിരിച്ചെടുത്തപ്പോൾ മനസ്സിലായി അവൻ MP3 പ്ലെയർ അടിച്ചുകൊണ്ട് പോകാൻ വന്ന ആളാണെന്ന്. പെട്ടെന്ന് തന്നെ സൈഡിൽ ഒരു വലയുണ്ടായിരുന്നു. ഇവനെ തറയിൽ തള്ളിയിട്ട് ആ വലയെടുത്ത് കഴുത്തിറക്കി കൊന്നു കളയാണ്. കൊന്നു കഴിഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ ഒരു ക്യാമറ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സമയം കളയാതെ ഫോൺ എടുത്ത് പാർക്കിനെ വിളിക്കും. എന്നിട്ട് നീ അയച്ച കൂട്ടാളിനെ ഞാൻ കൊന്നു കളഞ്ഞെന്ന് പറയും. പാർക്കിനെ അറിയത്തില്ല അവൻ ഏത് കൂട്ടാളി അയച്ച്. ഞാൻ അയച്ചില്ല എന്ന് പറയുമ്പോൾ നീ ആരെ അയച്ചില്ലേ, പിന്നെ MP3 പ്ലെയർ അടിച്ചു മാറ്റാൻ വന്ന ആരാന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ID കാർഡ് എടുത്ത് നോക്കുന്നത്. അത് വേറെ ആരുമല്ല, പോലീസുകാരനാണ്. ഒരു പോലീസുകാരനെയാണ് കൊന്നിക്കുന്നത്. ഇനി എന്തായാലും കൊറിയയിൽ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നാളെ ചൈനയിൽ പോവുക. നീ അതിനു മുമ്പ് എനിക്ക് തരാനുള്ള പൈസ ഏകദേശം 150 മില്യൺ നാളെ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് കൊണ്ടു തരണമെന്ന് പറയും. പാർക്ക് എന്ത് ചെയ്യാനാണ്, അവന് ഇൻഷുറൻസ് പണം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല അവന്റെ കയ്യിൽ പൈസ ഇല്ല. എന്നാലും ഒരാഴ്ചക്കകം കൊടുക്കാൻ പറയും. ഇനി പാർക്ക് പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്തോ. അടുത്ത സീനിൽ ഡോക്ടറിനെയും കൂട്ടാളിയും കാണിക്കുകയാണ്. കൂട്ടാളി ഡോക്ടറിനോട് 30 മില്യൺ വോൺ ഇനിയും വേണമെന്ന് പറയും. ഡോക്ടർ ടെൻഷനായി വിറച്ചിട്ട് ഞാൻ നിനക്ക് 30 മില്യൺ വോൺ തരാമെന്ന് പറയും. 30 മില്യൺ വോൺ ഇനി കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി പോവാണ്. അവിടുത്തെ നേഴ്സിനോട് ഡോക്ടറിനെ പറ്റി പൊക്കി പറയുകയാണ്. ഡോക്ടർ ഒരു നല്ല മനുഷ്യനാണ്, പാവപ്പെട്ട മനുഷ്യനാന്ന് പറഞ്ഞ് കൂട്ടാളി അവിടെ നിന്ന് പോകും. ഡോക്ടർ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ റൂമിൽ. ഇനി എന്തുണ്ടാവുമോ, ഈ പൈസയ്ക്ക് ഇനി അവിടെ പോകും. അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും അയച്ചു കൊടുത്ത്, ഇതുവരെ സമ്പാദിച്ച എല്ലാ പൈസയും. അപ്പോഴായിരിക്കും ഡോക്ടറിന്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. വിളിച്ചത് കാർ ഷോറൂമിൽ നിന്നാണ്. നിങ്ങളുടെ കാർ റെഡി ആയിട്ടുണ്ട്, അത് വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. അങ്ങനെ കാർ ഷോറൂമിൽ ചെന്ന് കാറ് നോക്കുമ്പോൾ അവർ അടിപൊളിയായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്ലാസ് മാറ്റിയിട്ടുണ്ട്, ബോണറ്റിലെ ഡെന്റും മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കാറിന് എന്ത് പറ്റിയതാന്ന് അവിടുത്തെ എംപ്ലോയി ചോദിക്കുമ്പോൾ ഞാനൊരു മാനിനെ തട്ടിയതാന്ന് ഡോക്ടർ മറുപടി പറയും. ഒരു മാനിനെ തട്ടിയ ഇങ്ങനെ വരത്തില്ലല്ലോ എന്ന് എംപ്ലോയി ചോദിക്കുമ്പോൾ കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ കറക്റ്റായി ഒന്ന് ചോദിക്കും. അപ്പൊ എംപ്ലോയി ശരിയാന്ന് പറയും. അതായത് പൈസയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇല്ലെന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എന്നാലും കുറെ പ്രശ്നമൊക്കെ പൈസ കൊണ്ട് മാറും, ചില പ്രശ്നങ്ങൾ മാറത്തില്ല. അവിടെ വെച്ച് ഡോക്ടറിന് ഒരു ചിന്ത വരുവാണ്, ഡാഷ് ക്യാമിലെ വീഡിയോ ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ചാലോ എന്ന്. എന്നാൽ മെമ്മറി കാർഡ്, ഡാഷ് ക്യാമിൽ ഇട്ടിരുന്ന മെമ്മറി കാർഡ് കൊണ്ടുവന്ന് ആ കുട്ടയ്ക്കകത്ത് കൊണ്ട് കളഞ്ഞു. പെട്ടെന്ന് തന്നെ ഓടി ആ കുട്ടിയുടെ അവിടെ വരുവാണ്. ആ വേസ്റ്റ് ഒക്കെ ഇടുന്ന കുട്ടയില്ലേ, അവിടെ തന്നെ ആൾക്കാർ ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നുണ്ട് ക്ലീൻ ആക്കാനായിട്ട്. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ ആ മെമ്മറി കാർഡ് കിട്ടത്തില്ലായിരുന്നു. പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ ഏതൊക്കെയോ സഞ്ചി പരിശോധിച്ചപ്പം അതിന്റെ ഇടയിൽ ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. മെമ്മറി കാർഡ് എടുത്തോണ്ട് വന്ന് വീട്ടിൽ വെച്ച് ലാപ്ടോപ്പിലിട്ട് കണ്ടു നോക്കുകയാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കാറ് പോകുമ്പം അയാളെ കാറ് തട്ടിയിട്ടില്ല, ഇയാൾ ആകാശത്ത് നിന്ന് താഴെ വന്ന് വീഴുവാണ് ചെയ്യുന്നത്. അതായത് കാറ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോഡി കാറിന്റെ മണ്ടയിൽ വന്ന് വീഴും. അതുകൊണ്ടാണ് ഗ്ലാസ് പൊട്ടിയത്. വണ്ടി ഇടിച്ച് പറന്ന ആള് വന്ന് ഗ്ലാസ് പൊട്ടിയതല്ല, ആകാശത്ത് നിന്ന് ആള് വന്ന് വീഴുന്നതാണ്. കുറച്ചുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ മണ്ടയെന്ന് ഒരാൾ എടുത്തിട്ടതാണ്. അതിട്ടത് വേറെ ആരുമല്ല, കൂട്ടാളി തന്നെയാണ് ആ ബോഡി എടുത്ത് കാറിന്റെ മണ്ടയിൽ ഇട്ടത്. ഇത് കണ്ട ഉടനെ ഡോക്ടറിന് പ്രാന്തളകും. കൂട്ടാളി കുറെ തെറിയും പറഞ്ഞ് ഫോൺ എടുത്ത് കാമുകിയെ വിളിക്കും. എന്നിട്ട് കാമുകിയോട് കാര്യം പറയും. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, കൂട്ടാളിയാണ് ഇതെല്ലാം ചെയ്തത്, നമുക്ക് പോലീസിനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറയാന്ന്. എന്നാൽ കാമുകി പറയും, അങ്ങനെ പറയുകയാണെങ്കിൽ നീ അകത്ത് പോകത്തില്ലേ, ഒരു ബോഡി കുഴിച്ചിടാൻ കൂട്ടു നിന്നതിൽ. എന്നാൽ ഡോക്ടർ പറയും, അത് സാരമില്ല, ഞാൻ അകത്ത് പോകത്തില്ല. ഞാൻ പറയും കൂട്ടാളിയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേൾക്കോ, ഒരു ഡോക്ടർ പറയുന്നത് കേൾക്കോ, അതോ ഏതെങ്കിലും അലവലാതി പറയുന്നത് കേൾക്കോ എന്ന് ചോദിക്കും. എന്നാ പിന്നെ നീ വെയിറ്റ് ചെയ്യും, ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് കാമുകി ഡോക്ടറിനെ കാണാൻ വന്നോണ്ടിരിക്കുകയാണ്. വേറെ എങ്ങോട്ടോ പോയതാണ്. കാറിൽ പോയ സമയത്താണ് കാമുകിനെ വിളിച്ചത്. കാമുകി ഇപ്പം വരാമെന്നും പറഞ്ഞ് കാർ ഓടിച്ചു പോവുകയാണ്. ഇതിനുശേഷം ഡോക്ടർ പുള്ളിക്കാരന്റെ BMW കാറിൽ ഡോക്ടർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കാമുകി അങ്ങോട്ട് വരും. കാമുകി മിനി കൂപ്പറിലാണ് വരുന്നത്.
കാമുകി ഡോക്ടറിനെ വിളിക്കും. ബാ എന്റെ കാറിൽ വന്ന് കയറ്, നിന്റെ കാറിൽ വരാൻ എനിക്ക് പേടിയാണ്, നീ കൊണ്ടുപോയി എന്നെ കൊന്നു കളയുന്നു. കാമുകി കാരണം ആക്സിഡന്റ് പറ്റിയതാണ്. എന്നിട്ട് കാമുകി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഡോക്ടർ കാമുകിയുടെ കാറിൽ വന്ന് കയറിയിരുന്ന് സംശയങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കാമുകിക്കും സംശയം, എങ്ങനെയായിരിക്കും നമ്മൾ അതുവഴി കാർ ഓട്ടിച്ച് പോകുന്നെന്ന് കൂട്ടാളിക്ക് തിരിച്ചറിയാൻ പറ്റിയത്, അല്ലെങ്കിൽ എങ്ങനെ അറിയാം കൂട്ടാളിക്ക് നമ്മൾ അതുവഴി കാർ ഓട്ടിച്ച് വരുമെന്നുള്ള കാര്യം. അതിന് ഡോക്ടർ ചിലപ്പം നമ്മുടെ ഭാഗ്യക്കേടിന് അതുവഴി പോയത് കൊണ്ട് അയാൾ ആ ബോഡി എടുത്ത് മണ്ടക്കിട്ടതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറുകാരന് കിട്ടേണ്ടതായിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കവേ കാമുകിക്ക് എന്തോ വ്യത്യാസം, സ്വഭാവത്തിൽ വ്യത്യാസം. കാമുകി ഡോക്ടറിനോട്, നിനക്ക് നാണമുണ്ടോ ഒരു പെണ്ണിനോട് പൈസ ചോദിക്കാൻ, നീ ഒരു ആണാണോ എന്ന് ചോദിക്കും. കയ്യിൽ ഒരു സിഗരറ്റും വെച്ച് വലിയുന്നുണ്ട്. ഇത് കാണുന്ന ഡോക്ടർ, നീ സിഗരറ്റ് വലി തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ, നീ ഒന്ന് പോടാറിക്ക, നിനക്ക് ഭയങ്കര വാനാറ്റോ, വാ അടച്ചു പോയി, നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ പോലൊരു മൊണ്ണേനെ ഞാൻ ഡേറ്റ് ചെയ്യുമെന്ന്? ഇത് നോക്ക്, ഇതെന്റെ മെസ്സേജിന്റെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇതെന്റെ DM ആണ്. ഇതിനകത്ത് കണ്ടോ എത്ര ആണുങ്ങളാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്ന്, എനിക്ക് കോഫി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ഇവരെല്ലാം ഉള്ളപ്പം നിന്നെ പോലൊരു മൊണ്ണേഷിനെ ഞാൻ ഡേറ്റ് ചെയ്യോ, നിന്നെ പോലൊരു മൊണ്ണേനെ ഞാൻ കല്യാണം കഴിക്കോ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടതോടെ ഡോക്ടറിന് ദേഷ്യം വരും. ഡോക്ടർ കാമുകിന്റെ കഴുത്തിന് കയറി കുത്തി അങ്ങ് പിടിക്കും. നിന്നെ കൊല്ലോടി എന്ന് പറഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിച്ച് അവിടെട്ട് ഞെരുക്കുകയാണ്. ആ നേരം കാറിലോട്ട് ഒരാൾ വന്ന് കയറുന്നുണ്ട്. ആ കയറിയത് വേറെ ആരുമല്ല, കൂട്ടാളിയാണ്. കൂട്ടാളിയെ കണ്ടതോടെ ഡോക്ടറിന് പിന്നെയും ദേഷ്യം. ഇവർ രണ്ടുപേരും കൂടെ ഒത്തു കളിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഡോക്ടറിനെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടാളിയെ ആക്രമിക്കാൻ പോകുമ്പോൾ കൂട്ടാളി ക്ലോറോഫോം എടുത്ത് ഡോക്ടറിന്റെ മുഖത്ത് വെച്ചു കൊടുക്കുകയാണ്. ഡോക്ടർ ബോധം കെട്ടു പോകും. പിന്നീട് കാർ എടുത്ത് നേരെ ഒരു പഴയ ബിൽഡിങ്ങിൽ ചെല്ലും. ആ ബിൽഡിംഗ് ഏതാന്ന് ഓർമ്മയുണ്ടോ? അതായത് ആദ്യത്തെ എപ്പിസോഡിൽ തീ പിടിച്ച ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ്. അവിടെ കൊണ്ടുവന്ന് കാറ് നിർത്തി കൂട്ടാളി പുറത്തിറങ്ങി മമ്മട്ടിയും കുന്താലിയൊക്കെ ആയിട്ട് കുഴിക്കാൻ പോകും. എന്നാൽ കാമുകി അവിടെ ഇരിക്കുകയാണ് റീലും തോണ്ടിക്കൊണ്ട്. ബാ എന്നോട് വന്ന് കുഴിക്കെന്നും പറഞ്ഞ് മമ്മട്ടി എടുത്ത് കൊടുക്കും. നീ എത്ര ധൈര്യം ഉണ്ടായിട്ട് ഒരു പെണ്ണിന് മമ്മട്ടി കൊടുക്കുമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയി കുഴിക്കുകയാണ്. ആ നേരം കാമുകി ആ ബിൽഡിംഗ് കണ്ടിട്ട് എന്തൊക്കെയോ ഓർക്കുന്നുണ്ട്, എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ. ഞാൻ പഴയ കാര്യങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് കാമുകി പറയും. അങ്ങനെ കുഴിച്ച് ലാസ്റ്റ് ചെറിയൊരു കുഴിയായിട്ടുണ്ട്. ഈ നേരം ഡോക്ടർ കണ്ണു തുറക്കും. ബോധത്തിലോട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ ബോധത്തിൽ വന്നതിന് ശേഷം എന്താ കേൾക്കുന്നത്? അവനൊരു മൊണ്ണയാണ്, അവനെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ സ്നേഹിച്ച കണക്ക് അഭിനയിച്ചത്, അവന്റെ കൂടെ നടന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ട ഉടനെ ഡോക്ടറിന് ദേഷ്യവും. ഡോക്ടർ കാർ എടുത്ത് റിവേഴ്സ് ഇട്ട് രക്ഷപ്പെടാൻ നിന്നവനാണ്. പെട്ടെന്ന് തന്നെ ഡ്രൈവ് ഇട്ടതിന് ശേഷം കാർ ഫുൾ ആക്സലറേഷൻ കൊടുത്ത് കൊണ്ടുവച്ച് കാമുകി ഒറ്റ ഇടിയാണ്. ഇടിച്ചിട്ടും അവന്റെ ദേഷ്യം തീരുന്നില്ല. അവനെ പറ്റി അപവാദങ്ങൾ പറഞ്ഞില്ലേ, അവൻ നന്നായിട്ട് സ്നേഹിച്ച ഒരു പെൺകുട്ടി അവനെ ചതിച്ച് പൈസ പറ്റിച്ചെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ മാനസികാവസ്ഥ നന്നായിട്ട് തെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ ഒരു ഇമോഷണലിന്റെ പേരിൽ കാർ കൊണ്ടുവച്ച് ഇടിച്ച് അവിടെ വെച്ച് അങ്ങ് അമക്കി. എത്ര അമക്കിയിട്ടും ദേഷ്യം മാറുന്നില്ല. വീണ്ടും കാല് കൊടുക്കുകയാണ് ആക്സിലേറ്ററിൽ. ആ ഫസ്റ്റ് ഇടിയിൽ തന്നെ കാമുകി മരണപ്പെട്ടു പോയി. ഡോക്ടറിന്റെ കൈയൊക്കെ കെട്ടിയിട്ടുണ്ട്. കാമുകിക്ക് എന്താ പറ്റിയെന്ന് നോക്കി പുറത്തിറങ്ങി വരുമ്പോൾ കൂട്ടാളി അങ്ങോട്ട് വരും. കൂട്ടാളിയുടെ ഒരു മമ്മട്ടി ഉണ്ടല്ലോ, ഡോക്ടറിന്റെ കൈ കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഓടാനോ ചാടാനോ ഒന്നും പറ്റുന്നില്ല. കൂട്ടാളി അടിച്ചിടും. ഒരു മമ്മട്ടിക്ക് അടിക്കാൻ നിൽക്കുമ്പോൾ ഡോക്ടർ പറയും, ഞാൻ നിനക്ക് 30 അല്ല 50 മില്യൺ തരാം, എന്നെ നീ വെറുതെ വിടണം. ഞാൻ നിന്നെ വെറുതെ വിട്ടാൽ നീ എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് കൂട്ടാളി അവന്റെ മോന്തക്കിട്ടടിച്ച് ബോധം കെടുത്തും. അത് കഴിഞ്ഞ് ആ ഷവൽ ഉപയോഗിച്ച് പലതവണയായിട്ട് നെഞ്ചി കുത്തി ഡോക്ടറിനെ കൊന്നു കളയും. കാമുകി മരണപ്പെട്ടു, ഡോക്ടറും മരണപ്പെട്ടു. ഡോക്ടറിനെ കൊല്ലുന്ന കാര്യം ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ ആദ്യം 2 ആൾക്കാരെ കണ്ടില്ലായിരുന്നു, ഒരു ആണിനെയും പെണ്ണിനെയും. അവര് ഡിറ്റക്റ്റീവ്സ് ആവുമെന്ന് തോന്നുന്നു. മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അവര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്ന ശബ്ദം കേട്ട് ഇയാൾക്ക് ഡൗട്ട് തോന്നി ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അവരെ ഒളിച്ചിരിക്കുകയാണ്. അന്നേരം ഇമോഷണൽ ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അയാളുടെ കൺട്രോൾ പോയി. ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി കൂടെ നിന്ന് ചതിച്ചെന്ന് അറിഞ്ഞപ്പോൾ, അതിപ്പം ഇഷ്ടപ്പെട്ട ഒരു ആൺകുട്ടി കൂടെ നിന്ന് ചതിച്ചെന്ന് അറിഞ്ഞാലും നമ്മുടെ കൺട്രോൾ പോകും. പക്ഷെ അവിടെ കൺട്രോൾ പോകാൻ പാടില്ല. നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണം. ഇമോഷണൽ ആയിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക, ആ മെമ്മറി കാർഡ് കൊടുക്കുക, അകത്താക്കുക. എന്തിനാണ് ജസ്റ്റ് ആ ഇമോഷണലിന്? പിന്നെ ഇത് കഥയാണ്. ഇപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെ നടക്കുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവിതം നശിച്ചു പോകും. ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം എവിഡൻസ് സംഘടിപ്പിച്ച് മറ്റേ ആളെ പൂട്ടിക്കളയാം. ഇപ്പൊ പറയും ജയിലിൽ നല്ല ഫുഡ് കിട്ടും, സ്കൂളിനെ കാട്ടിയും നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, തിന്ന് കൊഴുക്കുന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, തിന്നാൻ പറ്റുമായിരിക്കും, പക്ഷെ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ആ ഫ്രീഡത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. എത്ര ഫുഡ് കിട്ടിയാലും അതൊന്നും ഒരു പ്രശ്നമല്ല. ബട്ട് ഫ്രീഡം അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അവന്മാരുടെ എത്രയോ വർഷമാണ് ആ ജയിലിലിട്ട് കളയുന്നത്. അത് തന്നെ ധാരാളമായിട്ടുള്ള ഒരു കാര്യമാണ്. സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ജീവിപ്പിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർ അവരെ ദ്രോഹിച്ച ആൾക്കാരെ കൊല്ലാനും തിന്നാനൊക്കെ ആഗ്രഹം കാണും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെയാണ് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത സീനിൽ ഒരു പഴയ സ്കൂള്, പഴയ കാലമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് സ്കൂളിലെ കുറച്ച് ആൾക്കാർ വന്ന് നിന്റെ ഫോട്ടോ സ്കൂളിന്റെ പുതിയ ബുക്കിന് ഫ്രെയിം ആയിട്ട് കൊടുക്കട്ടോ എന്ന് ചോദിക്കും. അതായത് നമുക്ക് സ്കൂളൊക്കെ കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ ഒരു ബുക്ക് കിട്ടത്തില്ലേ എല്ലാവരുടെ ഫോട്ടോയുള്ള, അതിന്റെ കവറായിട്ട് കൊടുക്കട്ടോ എന്ന് ചോദിക്കും. ആ പെൺകുട്ടി അതിന് സമ്മതിക്കും. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത 2 പെൺകുട്ടികൾ ബാക്കിലിരിപ്പുണ്ട്, 2 റൗഡി പെൺകുട്ടികൾ. അവൾ ആ പെൺകുട്ടീനെ പറ്റി പരദൂഷണം പറയാണ്. അവൾ ഈ സ്കൂളിലെ ആൺകുട്ടികളെല്ലാം വശീകരിച്ചെന്നും പറഞ്ഞിട്ട്. ആ റൗഡി പെൺകുട്ടി നേരെ
നേരെ ചെന്ന് ഈ പെൺകുട്ടിയുടെ അടുത്ത് നമുക്ക് ഈ ശനിയാഴ്ച ഒരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കും. നീ സ്കൂളിന്റെ ബുക്കിന്റെ കവറിലൊക്കെ വന്നോണ്ട് തന്നെ കുറെ ആൺകുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ച് ഈ പെൺകുട്ടി ആരാ, ഒരു ഡേറ്റ് സംഘടിപ്പിച്ച് തരാമോന്ന്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച 4 മണിക്ക് നീ എൻ്റെ കൂടെ വരുമോ, നിനക്ക് നല്ല ആൺകുട്ടികളെ ഞാൻ ഡേറ്റിന് കൊണ്ടുപോകാൻ റെഡിയാക്കി തരാമെന്ന് പറയും. ആ പെൺകുട്ടി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ സമ്മതിക്കും. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഈ പെൺകുട്ടി രാത്രി ഒരു സ്ഥലത്ത് കണ്ണു തുറക്കാണ്. അവിടെ തന്നെ ഈ റൗഡി പെൺകുട്ടിയുണ്ട്, അതുപോലെ തന്നെ 3 പയ്യന്മാരും ഉണ്ട്. അവന്മാര് മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടുണ്ട്. റൗഡി പെൺകുട്ടി നിങ്ങൾ ആസ്വദിച്ചോന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവും. അവള് പോയി കഴിഞ്ഞ് മുഖംമൂടി ധരിച്ചവന്മാര് ആ പാവം പെൺകുട്ടീനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി റേപ്പ് ചെയ്തോന്ന് അറിയാൻ പാടില്ല, റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതും കണ്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ, ആ ലേഡി ഡോക്ടർ ഞെട്ടി എണീക്കും. അവന്മാരെ 2 തെറിയും പറയും, കള്ളപ്പട്ടികളെന്ന്. കള്ളപ്പട്ടികളെന്നല്ല പറയുന്നത്, അമ്മമാർക്കൊക്കെ വേറെ പേരാണ് ചേരുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് 3ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണേ എന്തൊക്കെ വന്നാലും. എന്നാ പിന്നെ ഓക്കെ, ബൈ.